ഇവർ റിലേഷനായാ? ഇവർ റിലേഷനാ? സീരിയസ്ലി? എടാ ഞാൻ ബ്രേക്കപ്പ് ആകുമ്പോഴേക്ക് എല്ലാ ലോകത്തെ എല്ലാ നായിൻ്റെ മക്കളും പോയിട്ട് റിലേഷൻ ആയെന്നല്ലടാ. ഇതെന്താണിത്? എടാ ഇനി ഞാൻ ഒരു സത്യം പറയാം. ഓക്കെ, ഞാൻ അന്നൊരു ദിവസം ലൈവില് പറഞ്ഞില്ല, അർജുനെ കണ്ട് അർജുനെ ഒന്നിച്ച ഒരാളെ കണ്ട് പറയാൻ പറ്റില്ല. ഇപ്പൊ ഞനക്ക് ഇവൻ പബ്ലിക്കലി ഇത് അനൗൺസ് ചെയ്തിട്ടുണ്ടാവില്ല. അതായത് ഞാൻ പിന്നെ ഓന്റെ പ്രൈവസിയിൽ കൈയിടണ വെച്ചിട്ട് ഞാൻ പറയേണ്ടത്. ഞാൻ കാര്യം പറയട്ടെ, ഞാൻ ബിലാൽ തട്ടുകടയിൽ പോയിട്ട് ചായ കുടിക്കുമ്പോണ്ട് മോനെ അർജുൻ ഇവളോട് കയ്യോ ഇതും പിടിച്ചിട്ട് മറ്റേ ഇണപ്രാവുകളെ പോലെ അനക്കിങ്ങനെ സിനിമയിലെ സീനായിട്ട് എനക്ക് തോന്നി. ആ ഒരു സിനിമ കാണുന്ന പോലെ അത് കണ്ടത്. ഞാൻ സീരിയസ്ലി ഞാൻ പറയട്ടെ, ഞാൻ എൻ്റെ ഉമ്മ സത്യം ഞാൻ അർജുനോട് ചോദിച്ചാൽ നിങ്ങൾക്ക് അറിയാം ഞാൻ ഇവരെ എങ്ങനെയാ അറിയാം നോക്കിയത്. അതായത് ഇപ്പുറത്തെ ബിലാൽ തട്ടുകട, ഇപ്പുറത്തെ ഒരു ഷോപ്പിംഗ് മാൾ പോലത്തെ ഒരു ബിഗ് ബസാർ പോലത്തെ ഒരു സംഭവം. ഓക്കെ, ബിലാൽ തട്ടുന്ന ഞാൻ ചായ പിടിക്കൊണ്ടിരിക്കുമ്പോ ഇവരുണ്ട് കയറി പോകുന്നത് ബിഗ് ബസാറിലേക്ക്. അപ്പൊ ഞാൻ അർജുൻ പെണ്ണിന്റെ പ്രാ അത് വിചാരിച്ചിട്ട് ഞാൻ കോൾ ചെയ്യും അവിടെ നമ്പർ ഇല്ലടാ, അല്ലാതെ നമ്പർ ഇല്ലടാ, ഇല്ലേ വിളിക്കായിരുന്നു. ആ ഞാൻ ചായ പിടിച്ചോണ്ടിരിക്കുമ്പോ ഈ അർജുനും അപർണ എന്നല്ല പേര്, അടിപൊളി പേരെന്താ? അപർണ പ്രേംരാജ്. അർജുനും ഇവളും ഉണ്ട് ഇപ്പുറത്തെ ബിഗ് ബസാറിൽ കയറി പോന്നു. എന്നിട്ട് ഞങ്ങക്ക് പെട്ടെന്ന് അത്ഭുതമായിട്ട്. കാരണം അർജുൻ പെണ്ണിന്റെ ഒന്നിച്ചെന്ന് പറഞ്ഞാ അത് അൺബിലീവബിൾ ആണ്, മനസ്സിലാ.